ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ രാധികയ്ക്ക് വന്ന ആ സൗഭാഗ്യത്തെ കുറിച്ച് അറിഞ്ഞ് ദേവനാരായണനും യശോദയും സന്തോഷിക്കുന്നു. ഇത് മോളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതിനും മോളെ അംഗീകരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു അവസരം തന്നെയാണെന്നും ഇത് ഒരിക്കലും പാഴാക്കി കളയരുത് എന്ന് ദേവനാരായണനും യശോദയും രാധികയോട് പറയുന്നു. രാധിക അപ്പോൾ അച്ഛനമ്മമാരോട് പറഞ്ഞത് ഇത് ശ്യാമ മേളത്തിന് വേണ്ടി പകരം എന്നെ കൊണ്ട് പാടിക്കുന്നു എന്നറിഞ്ഞപ്പോ തന്നെ ശ്യാമ മേളത്തിന് വേണ്ടിയാണെന്ന് അറിഞ്ഞതാണ് അച്ഛ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എന്ന് അറിയിച്ചു. രാധികയെ പാട്ട് പാടാനായി ക്ഷണിച്ച വിവരം ഉടൻ തന്നെ ശ്രീകുമാർ വേഗം ശ്യാമയെ വിളിച്ച് അറിയിക്കുന്നു. മേഡത്തിന് പകരം ഇത്തവണ പാടാൻ മറ്റൊരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടെത്തി. മേഡം നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് മേഡത്തെ മാറ്റി മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് പാടിക്കാമെന്ന് തീരുമാനിച്ചത്. മേഡം തന്നെ ഈ പാട്ട് പാടണമെന്നുള്ളത് ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അന്ന് മേഡം പാടാതെ മാറ്റിവെച്ച ആ പാട്ട് അന്ന് മേഡത്തോടൊപ്പം പാടിയ ആ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടപ്പോ അവർക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ അവർ രാധികയുടെ ശബ്ദത്തിൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് മാത്രം മേഡത്തോട് സാമ്യം തോന്നുന്ന അതേ ശബ്ദം തന്നെയാണ് ആ പെൺകുട്ടിയുടേതും. അതുകൊണ്ട് മാത്രമാണ് അവർ അതിനെ അനുവദിച്ചത്. എന്തായാലും നാളെ തന്നെ റെക്കോർഡിംഗ് നടക്കും മേഡം എന്ന് ശ്രീകുമാർ ശ്യാമയെ വിളിച്ച് അറിയിക്കണം. അത് കേട്ടതും ശ്യാമ വളരെ സന്തോഷത്തോടെ ഭഗവാന്റെ തന്റെ വീട്ടിലെ ആ പൂജാമുറിക്കരികിലേക്ക് ഓടിയെത്തി. അതിനുശേഷം പ്രാർത്ഥനയോടെ കൈകൂപ്പി ഭഗവാന് മുന്നിൽ നിൽക്കുകയാണ് ശ്യാമ. ഇത്തവണയെങ്കിലും എനിക്ക് എന്റെ മോളെ നീ കാട്ടിത്തരണം. അതെന്റെ മോള് തന്നെയാണ്. എനിക്കുറപ്പാണ് അവളെ എനിക്ക് കാണണം. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അതെന്റെ മോളാണെന്നും മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്നും അഭിപ്രായത്തിൽ നിന്നും എനിക്കൊരു കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. അവൾ എന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. രൂപസാദൃശ്യം കൊണ്ടും ശബ്ദ സാമ്യത കൊണ്ടും എല്ലാം തന്നെ അവൾ എന്നെ പോലെ തന്നെയെന്ന് പലരും പറഞ്ഞു കേട്ടു. അപ്പോ എനിക്ക് എന്റെ മോളെ ഇത്തവണയെങ്കിലും നീ കാട്ടിത്തരണേ ഭഗവാനെ. എത്ര നാളാണ് എന്റെ മോളെ എന്റെ കൺമുന്നിൽ നിന്ന് നീ അകറ്റി നിർത്തുക എന്ന് ഭഗവാനോട് പരാതി പറഞ്ഞ് പ്രാർത്ഥനയോടെ ശ്യാമ നാളത്തെ ദിവസത്തിനായി കാത്തിരിക്കുമ്പോൾ അരികിലേക്ക് എത്തിയ അശ്വതി ചേച്ചിയോട് ശ്യാമ പറഞ്ഞു, അശ്വതി ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ എന്റെ മോള് ഇവിടെ എവിടെയോ ഉണ്ട് എന്ന്. അന്ന് ആ പാട്ട് പാടാനായി എത്തിയതും എന്റെ മോള് തന്നെയാണ്. എനിക്ക് തീർച്ചയാണ് നാളെ അവളെ കാണാൻ പറ്റിയ ഒരവസരമാണ് വരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എന്റെ മോളെ കാണണം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ രാധികയെ കാണാൻ പോകുന്നതിന്റെ ആ സന്തോഷം അശ്വതിയോട് പങ്കുവച്ചു. പിറ്റേന്ന് രാവിലെ പാട്ട് പാടാനായി ആ സ്റ്റുഡിയോയിലേക്ക് റെക്കോർഡിങ്ങിനായി പുറപ്പെടാൻ തുടങ്ങുമ്പോൾ രാധിക ദേവനാരായണനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങി നേരെ ഭഗവാന്റെ തിരുനടയിലേക്ക് എത്തുകയാണ്. ദേവനാരായണനും യശോദയും മനസ്സാണ് നിറഞ്ഞു തന്നെ രാധികയെ അനുഗ്രഹിച്ചത്. മോൾക്ക് നല്ലതേ വരികയുള്ളൂ എന്നും മോള് ഈ ഒരു പാട്ട് പാടി മോളെ എല്ലാവരും തിരിച്ചറിയുമെന്നും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച് ആ അനുഗ്രഹം വാങ്ങി നേരെ ഭഗവാന്റെ മുന്നിലേക്ക് എത്തുകയാണ് രാധിക. അവിടേക്ക് എത്തിയതും ശ്രീകോവിലിന് മുന്നിൽ നിന്ന് രാധിക തൊഴുകൈയോടെ പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഇനി എന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അവിടുത്തെ തീരുമാനങ്ങളാണ്. അവിടുന്ന് എന്താഗ്രഹിക്കുന്നോ അവിടുന്ന് എന്തിച്ഛിക്കുന്നോ അത് തന്നെ നടന്നോട്ടെ. അങ്ങയുടെ തീരുമാനങ്ങൾ മാറ്റിമറിക്കാനോ അങ്ങയുടെ തീരുമാനത്തെ എതിർക്കാനോ ഞാൻ ആളല്ല എന്നും ഇനിയെല്ലാം നല്ലതുപോലെ വരണമെന്നും ശ്യാമമേഡത്തിനെ ഒരിക്കലെങ്കിലും കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് നൽകണേ എന്നുകൂടി പ്രാർത്ഥിച്ച് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ശ്യാമ പടിവാതിൽ കടക്കുന്ന നേരത്ത് ശ്യാമ പെട്ടെന്ന് വീഴാനായി ഒരുങ്ങുന്ന പോലെ ആരുടെയോ കൈതട്ടി താൻ വീഴാൻ ഒരുങ്ങുമ്പോൾ ആ കൈതട്ടിയ ആളുടെ ആ കൈകൾക്കുള്ളിൽ തന്നെ ആ കരവലയത്തിനുള്ളിൽ തന്നെ വീഴാതെ താൻ സുരക്ഷിതയായി ആ വലയത്തിൽ കിടക്കുന്നതായി രാധിക തിരിച്ചറിഞ്ഞു. കണ്ണു തുറന്ന രാധിക നോക്കുമ്പോൾ തന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ നിൽക്കുകയാണ് വരുണിന്റെ കൈകൾക്കുള്ളിൽ. അങ്ങനെ നിൽക്കുന്ന രാധിക വരുണിനോട്, ഇനി എനിക്കൊന്നും പറയാനില്ലെന്നും ഞാൻ പറഞ്ഞതിനപ്പുറം ഒരു മറുപടി എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും എനിക്ക് വരുണിനോടൊപ്പം ജീവിക്കാനാവില്ലെന്നും രേഖയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കുക, അത് മാത്രമാണ് എന്റെ ആവശ്യവും ആഗ്രഹവും എന്ന് പറഞ്ഞ് രാധിക വരുണിനെ പറഞ്ഞയച്ച് മടങ്ങുമ്പോ വരുൺ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല, ഇനി ഒരിക്കലും എന്നെ കാണാൻ നിനക്കാവില്ല എന്നും ഇനി ഒരു കൂടിക്കാഴ്ച നമുക്കിടയിൽ ഉണ്ടാവില്ല എന്ന് വേദനയോടെ വരുൺ വിളിച്ചു പറയുമ്പോ തന്റെ മനസ്സിലെ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് രാധിക അവിടെ നിന്ന് നടന്നീങ്ങിയത്. പിന്നീട് വരുൺ തിരികെ കണിമംഗലത്തേക്ക് എത്തുമ്പോ വരുണിനെ തന്റെ സ്വത്തുക്കളുടെയൊക്കെ അവകാശിയാക്കി മാറ്റുന്നതിനുള്ള തീരുമാനമെടുത്ത പരമേശ്വരന്റെ ആ തീരുമാനത്തെ
അംഗീകരിക്കാൻ പോലും കഴിയാതെ, അതിനെ ഒരിക്കലും അനുകൂലിക്കാനോ അതിന് അംഗീകരിക്കാനോ താല്പര്യമില്ലാതെ വരുൺ തന്റെ കുടുംബാംഗങ്ങൾ ആ ഒരു ആവശ്യം, ആ ഒരു തീരുമാനം അറിയിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരും ഞാൻ പറയുന്നത് ആദ്യം കേൾക്കണമെന്ന് പറഞ്ഞ്, എന്റെ ഒരു ആഗ്രഹം, എന്റെ ഒരു ആവശ്യം എല്ലാവരും അറിയണമെന്ന് പറഞ്ഞ് വരുൺ രാധികയുമായിട്ടുള്ള തന്റെ വിവാഹം നടന്ന വിവരം പറയാനായി ഒരുങ്ങുമ്പോൾ അതിനിടയിലേക്ക് പ്രിയങ്ക വന്നു കയറണം. പ്രിയങ്ക വരുണിനോട് പറഞ്ഞു, വരുൺ ഇത്രയും നേരമായിട്ടും വരുണിനെ കാണാത്തത് കൊണ്ട് ഇവിടെ എല്ലാവരും വല്ലാത്ത ആശങ്കയിലായിരുന്നുവെന്നും വരുണിന് വേണ്ടി ഇവിടെ എല്ലായിടത്തും വരുണിനെ അന്വേഷിച്ചെന്നും എന്തായാലും അച്ഛന്റെ തീരുമാനത്തെ എതിർക്കാൻ ഒരിക്കലും വരുൺ തയ്യാറാവില്ലല്ലോ എന്നൊക്കെ ചോദിച്ചതും വരുൺ കൂടുതലൊന്നും പറയാതെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞ് നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് പ്രിയങ്കയ്ക്ക് എന്തോ വയ്യായിക അനുഭവപ്പെടുകയും വേഗം തന്നെ ബോധം കെട്ട് വീഴുന്നത് പോലെ പ്രിയങ്ക നിലത്തേക്ക് വീണു. ഈ കാഴ്ച കണ്ടതോടെ വീട്ടിലുള്ള എല്ലാവരും വളരെ പ്രതീക്ഷയിലായി. അപ്പോ എല്ലാവരും വരുണും പ്രിയങ്കയും തമ്മിൽ എപ്പോഴും വഴക്കാണെന്ന് പറഞ്ഞ് അവർക്കിടയിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ബഹളം വെക്കുമ്പോ പെട്ടെന്നുള്ള ഈ തലചുറ്റൽ അത് മറ്റൊരു ലക്ഷണമാണ് എന്ന് ജയഭാരതി മുത്തശ്ശി പറഞ്ഞു. ഇങ്ങനെ ഒരു നല്ല തീരുമാനം എടുത്തപ്പോൾ തന്നെ ഒരു സന്തോഷ വാർത്ത ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നു എന്ന് ജയഭാരതി മുത്തശ്ശി എല്ലാവരെയും അറിയിച്ചിടും. അങ്ങനെ പ്രിയങ്ക ഗർഭിണിയാണെന്നുള്ള തെറ്റിദ്ധാരണ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നു. അതെങ്ങനെ സംഭവിക്കും? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കൽപ്പന സംശയത്തോടെ ഉർവശിയോട് സംസാരിക്കുമ്പോൾ എല്ലാം കേട്ടുനിന്ന ഉർവശി സംശയം പ്രകടിപ്പിച്ചു. ഇനിയിപ്പോ അങ്ങനെ എന്തായാലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതോടെ ഈ കുടുംബത്തിന്റെ മേലുള്ള നമ്മുടെ എല്ലാ അവകാശം അവസാനിക്കാൻ പോകുന്നു എന്നറിയിച്ചു. അപ്പോഴാണ് കൽപ്പന പറഞ്ഞത്, ഒരിക്കലുമില്ല, അവളെ ഡോക്ടർ വന്ന് പരിശോധിക്കട്ടെ, സത്യാവസ്ഥ അപ്പോൾ അറിയാൻ കഴിയുമല്ലോ എന്ന് പറയുന്നു. പിന്നീട് ഗൗതം അവിടേക്ക് എത്തിയ ഡോക്ടർക്ക് പണം നൽകാമെന്ന് പറഞ്ഞ് ഡോക്ടറെ വശത്താക്കാനായി ശ്രമിക്കുമ്പോൾ അതിനു മുൻപേ തന്നെ അവിടേക്ക് എത്തുന്ന ഡോക്ടർക്ക് തന്റെ ആവശ്യം എന്താണോ അത് അവിടെ അറിയിക്കണമെന്ന് ചന്ദ്രശേഖർ വിളിച്ചു പറയുന്നു. ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാൽ ഉണ്ടാകാൻ പോകുന്നു എന്നൊരു വാർത്ത ഒരു കാരണവശാലും ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അത് പുറത്ത് പറയരുതെന്നും മറിച്ച് പ്രിയങ്കയ്ക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമാണെന്ന്, ആരോഗ്യ പ്രശ്നമാണെന്ന് മാത്രമേ പറയാവൂ എന്ന് ചന്ദ്രശേഖർ അവരോട് പറയുകയും അതിന് പ്രകാരം ആ ഡോക്ടർ പ്രിയങ്കയെ പരിശോധിച്ചിട്ട് കുട്ടിക്ക് പ്രഗ്നൻസി ഒന്നും ഇല്ല എന്നും ഫുഡിന്റെ പ്രശ്നമാണ് എന്നൊക്കെ ഓവർ ടെൻഷൻ കൊണ്ട് സംഭവിച്ചതാണ് എന്നെല്ലാം അറിയിച്ചു. അതോടെ വീട്ടിലെല്ലാവരും ആകെ നിരാശയിലായി. പിന്നീട് റൂമിലേക്ക് എത്തുന്ന പ്രിയങ്കയോട് വരുൺ പറഞ്ഞു, പ്രിയങ്ക, ഇപ്പോ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ പറ്റിയൊരു അവസരമാണ്, നമുക്ക് പിരിയാൻ പറ്റിയ ഒരു അവസരം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു, ഏത് വിധേനയും പിരിയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ പ്രശ്നമോ ഇല്ല, ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന് പ്രിയങ്ക വരുണിനോട് പറയുമ്പോൾ എല്ലാം കേട്ട വരുൺ പറഞ്ഞു, ഇന്നത്തോടെ ഇതിനെല്ലാത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കും. അങ്ങനെ വരുൺ തീരുമാനത്തിലെത്തി. ഈ സമയത്ത് രാധിക അവിടെ റെക്കോർഡിങ്ങിന് വേണ്ടി സ്റ്റുഡിയോയിലേക്ക് പോകുന്ന നേരം സ്റ്റുഡിയോയ്ക്ക് അരികിലേക്ക് എത്തിയതും തന്നെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയെന്ന അവിടുത്തെ റെക്കോർഡിങ്ങിസ്റ്റും മ്യൂസിക് ഡയറക്ടറെയും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും രാധിക അവരുടെ മുന്നിലേക്ക് ചെന്നു. അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ രാധികയെ സ്വീകരിച്ചു. പാട്ട് ഏതാണ് എന്ന് രാധികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും അതെങ്ങനെ പാടണമെന്നതിനെ കുറിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി. അതിനിടയിൽ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, ഇന്ന് രാധികയ്ക്ക് മറ്റൊരു സർപ്രൈസ് കൂടി ഉണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ശ്യാമ മേഡത്തെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, എന്നാൽ ഇത്തവണ ശ്യാമ മേഡം കുട്ടിയെ കാണാനായി വരുന്നുണ്ട് കേട്ടോ. കുട്ടിക്ക് ഇന്ന് ശ്യാമ മേഡത്തെ കാണാൻ കഴിയും എന്നറിയിച്ചതോടെ രാധികയ്ക്ക് കൂടുതൽ സന്തോഷമായി. തന്നെ കാണാനായി, അല്ലെങ്കിൽ അന്നത്തെ ആ പാട്ട് കേട്ട് ശ്യാമ മേഡത്തിന് അത് ഒത്തിരി ഇഷ്ടമായെന്നും അതുകൊണ്ട് ഇന്ന് ഈ പാട്ട് പാടാൻ വന്ന കുട്ടിയെ കാണാൻ തീർച്ചയായിട്ടും ഇവിടേക്ക് എത്തുമെന്നാണ് ശ്യാമ മേഡം പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞതോടെ രാധികയുടെ മനസ്സ് വല്ലാതെ തുള്ളിച്ചാടി. അതിനുശേഷം ആ പാട്ട് രാധിക പാടാൻ കയറുന്നു. അങ്ങനെ റെക്കോർഡിങ് നടക്കുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് ശ്യാമയെ എത്തിച്ചേരുകയാണ്. ശ്യാമയും അശ്വതിയും കൂടി അവിടേക്ക് വന്നതും ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയ്ക്ക് ഉള്ളിൽ, ആ റെക്കോർഡിംഗ് ക്യാബിനുള്ളിൽ നിൽക്കുന്ന രാധികയെ കണ്ട് ശ്യാമയുടെ കണ്ണുകൾ നിറയുന്നു. തന്റെ തനി പകർപ്പാണെന്നും തന്നെ പോലെ തന്നെയാണെന്നും ആ ശബ്ദവും അങ്ങനെ തന്നെയാണ് എന്ന് പലരും പറഞ്ഞു കേട്ടെങ്കിലും ഒരിക്കലും താൻ അത് വിശ്വസിച്ചിരുന്നില്ല എന്നും, എന്നാൽ ഒറ്റ കാഴ്ചയിൽ തന്നെ അതെന്റെ മകൾ തന്നെയാണെന്ന് ശ്യാമ ഉറപ്പ് വരുത്തത്തക്ക രീതിയിൽ ശ്യാമയ്ക്കും അത് കാണുന്നവർക്കും ഉറപ്പാകുന്നത് പോലെയുള്ള അതേ രൂപം, അതേ ശബ്ദം, അതെല്ലാം കേട്ടതോടെ ശ്യാമയുടെ മനസ്സ് നിറഞ്ഞു. എന്റെ കണ്ണ, ഇത്തവണയെങ്കിലും നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്ന സന്തോഷത്തിൽ ഭഗവാനോട് നന്ദി പറഞ്ഞ് രാധിക പുറത്തേക്ക് വരുന്നതിനായി അവിടെ തന്നെ കാത്തിരിക്കുകയാണ് ശ്യാമ.
അശ്വതി അപ്പോഴേക്കും അരികിലേക്ക് എത്തിയതും ശ്യാമ പറഞ്ഞു, അശ്വതി ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ എന്റെ മോള് ജീവനോടെ ഉണ്ട് എന്ന്. എന്നെ ശ്രീകൃഷ്ണപുരത്തേക്ക് പോകാനായി പ്രേരിപ്പിച്ചതും ആ ക്ഷേത്രത്തിൽ എന്നും ചെല്ലണമെന്നും ആ ക്ഷേത്രത്തിൽ തൊഴാനായി പോകണമെന്നും എന്റെ മനസ്സ് നിർബന്ധിച്ചു കൊണ്ടിരുന്നതും എന്തുകൊണ്ടാണെന്ന് ഇപ്പോ ചേച്ചിക്ക് മനസ്സിലായില്ലേ? അശ്വതി ചേച്ചി, അവൾ എന്റെ മോള് തന്നെയാണ്. എനിക്ക് ഉറപ്പാണ് അവൾ എന്റെ മകളാണ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അശ്വതിയോട് സംസാരിച്ചു. അപ്പോഴേക്കും രാധിക പാട്ടുപാടി ആ റെക്കോർഡിങ് അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നതും ശ്യാമ മേഡം തന്നെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് രാധിക വല്ലാതെ അതിശയിച്ചു. തന്റെ അതേ രൂപം തന്നെ, തന്നെ പോലെ തന്നെ തോന്നുന്ന ശ്യാമ മേഡത്തെ കണ്ട് അതിശയത്തോടെ രാധിക നോക്കുകയാണ്. ഉടനെ തന്നെ രാധികയെ കണ്ടതിന്റെ സന്തോഷത്തിൽ ശ്യാമ അരികിലേക്ക് എത്തി. തന്റെ മകളാണ് ശ്യാമ എന്നുള്ള സത്യം, അരികിൽ നിൽക്കുന്ന രാധിക എന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് ശ്യാമ രാധികയോട് വിശേഷങ്ങൾ ചോദിച്ചു. നല്ല പാട്ടായിരുന്നുവെന്നും തന്റെ അതേ ശബ്ദമാണെന്നും ഒത്തിരി സന്തോഷമായെന്നും ഒക്കെ പറയുമ്പോൾ രാധികയോട് വീട്ടുവിശേഷങ്ങൾ കൂടി ശ്യാമ അന്വേഷിച്ചു. അത് കേട്ട ശ്യാമയോട് രാധിക പറഞ്ഞു, എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും അവരെ എനിക്ക് ജീവനാണെന്നും എൻ്റെ അമ്മ, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ അതാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ എൻ്റെ ജീവനാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ആ അമ്മയെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ആ അമ്മയെ മോശക്കാരിയാക്കി ആരെങ്കിലും സംസാരിക്കുകയോ ചെയ്യുന്നത് കേട്ടാൽ എനിക്ക് സഹിക്കില്ല എന്ന് രാധിക വിഷമത്തോടെ ശ്യാമയോട് പറയുന്നു. എല്ലാം കേട്ട് ശ്യാമ തന്റെ മകളുടെ മുഖത്തേക്ക് തന്നെ അങ്ങനെ നോക്കി. അത് മുഖത്ത് നിന്ന് കണ്ണു പറിക്കാനാകാതെ രാധികയെ തന്നെ അങ്ങനെ ശ്യാമ നോക്കുന്നത് കണ്ട് അശ്വതി ശ്യാമയെ വിളിച്ചു. ശ്യാമയെ, കുട്ടിയോട് മറ്റൊന്നും സംസാരിക്കാനില്ലേ എന്ന് ചോദിച്ചപ്പോ ശ്യാമ രാധികയോട് പറഞ്ഞു, മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, ഇത് എന്റെ നമ്പറാണെന്നും ഇനിയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാമെന്നും ഒക്കെ പറഞ്ഞ് രാധികയെ പറഞ്ഞയക്കാൻ മനസ്സനുവദിക്കുന്നില്ലെങ്കിലും തൽക്കാലം സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇനിയും തന്റെ മോളെ കാണാനുള്ള അവസരങ്ങൾ ഭഗവാൻ തരുമെന്നുള്ള പ്രതീക്ഷയിൽ ശ്യാമ രാധികയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു.